നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം. പുതുശ്ശേരി വെടിയുടെ ഭാഗമായി നടക്കുന്ന പുതുശ്ശേരി കുമ്മാട്ടിയാണ് ഇന്ന്. അപ്പോൾ കുമ്മാട്ടി വേഷം, കുമ്മാട്ടിത്തല ഒക്കെ പറയും, അത് ചെയ്യാനായിട്ട് ഒരു പ്രത്യേക വിഭാഗക്കാർ വേക്കുറിശി അമ്മയുടെ അമ്പലത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നതാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവരെല്ലാവരും അവിടെ എത്തി. ഇവിടെ ഇന്ന് 5 സമുദായക്കാർ ഒത്തുകൂടുന്നുണ്ട്. ഇവിടെ എത്തി എല്ലാവരും അവരവരുടെ വേഷവിധാനങ്ങളൊക്കെ അണിഞ്ഞ് ഇവിടെ നിന്നും പുറപ്പെടും. അപ്പോൾ അവർ ഓൾറെഡി ഇട്ടുകൊണ്ട് വന്ന ഡ്രസ്സിൻ്റെ മീതെ കൂടെ ഒരു കരിഞ്ചട്ട, ഈ 5 വിഭാഗങ്ങളിലെ ഒരാൾക്ക് ഈ കരിഞ്ചട്ടയാണ്. പിന്നെ ഒരു അരക്കച്ച, ഈ ഒരു തോർത്തുകൊണ്ട് ഇങ്ങനെ ഒരു അരക്കച്ച കെട്ടി അതിൻ്റെ മീതെ മണി കൊണ്ടുള്ള ഒരു മാല കെട്ടി തലയിൽ തോർത്ത് കെട്ടി മുരുക്കിൻ്റെ കമ്പും പിടിച്ചാണ് യാത്ര. ഡ്രസ്സൊക്കെ ചെയ്ത് ഇവിടുന്ന് തുടങ്ങുകയാണ്. അതെ 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 ചില ഒരു 3-4 പോയിന്റ് ഉണ്ട്. അവിടെ പോയിട്ട് ചില നിർദ്ദേശങ്ങളുണ്ട്, അതനുസരിച്ച് അവിടെ നിന്ന് പിരിഞ്ഞു പോവുക. പിന്നെ നമ്മള് മൂലസ്ഥാനത്തേക്കാണ് ഇനി പോകുന്നത്. ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് ഡ്രസ്സൊക്കെ ചെയ്ത ശേഷം മൂലസ്ഥാനത്ത് പോയിട്ട് ബാക്കി ചടങ്ങുകൾ കഴിഞ്ഞ് പിരിയും. അതേപോലെ വൈകുന്നേരം 9:30 ശേഷം മുതൽ വേറെ അവസാനിപ്പിക്കുന്ന സമയത്ത് ഉള്ളാട്ട് കോവിലിൽ പോയിട്ട് കലാശിപ്പിക്കും. അതേപോലെ 5 സമുദായക്കാരുടെയും ഒരുക്കങ്ങളൊക്കെ പൂർത്തിയായി. പതന പൊട്ടു കഴിയുന്നതോടുകൂടെ ഇവരുടെ യാത്ര തുടങ്ങായി. ആദ്യം വേക്കുറിശി അമ്മയുടെ ചുറ്റും 3 വലം വയ്ക്കുകയാണ്. ഇങ്ങനെ കുമ്മോ കുമ്മോ എന്ന് പറഞ്ഞാണ് അവർ വലം വയ്ക്കുന്നത്. ചെയ്ത തെറ്റിനുള്ള മാപ്പ് അപേക്ഷയായിട്ടാണ് ഇങ്ങനെ പറഞ്ഞ് വലം വയ്ക്കുന്നത് കേട്ടോ. വേക്കുറിശി അമ്മയെ വലം വെച്ച് കഴിഞ്ഞ് അവർ നേരെ പോകുന്നത് ശിവക്ഷേത്രത്തിൻ്റെ പുറകിലൂടെ പുതുശ്ശേരി അമ്പലത്തിനകത്തേക്കാണ്. ഇനി 3 വട്ടം പുതുശ്ശേരി അമ്മയെ പ്രദക്ഷിണം ചെയ്ത ശേഷം അമ്പലത്തിൻ്റെ പടിഞ്ഞാറേ വശത്തുള്ള വിനായക ക്ഷേത്രത്തിൻ്റെ അടുത്തുകൂടെ അവർ പുറത്തേക്ക് ഇറങ്ങി. ഇപ്പം എല്ലാവരും റോഡിലെത്തി നിൽക്കുകയാണ്. ഇവിടെ നിന്ന് ആർപ്പുവിളിയും മറ്റുമായി ഏവരും യാത്ര പോകുന്നത് ഇനി ശ്രീകുറുമ്പ ഭഗവതിയുടെ മൂലക്ഷേത്രത്തിലേക്കാണ്. മൂലക്ഷേത്രത്തിൽ പ്രാർത്ഥിച്ച ശേഷം
ഉള്ളാട്ട് തറവാട്ട് അമ്പലമുണ്ട്. അങ്ങോട്ടാണ് അടുത്ത യാത്ര. ഇവിടെ അങ്ങനെ ഈ വയലകുളത്തിന് അവിടെ അവിടെ പോകുമ്പോ അപ്പുറത്തും ഇതേമാതിരി കുമ്മാട്ടി പുതുക്കുളങ്ങര അവിടെ വടക്കൻ പ്രദേശക്കാരുണ്ട്. അവരെത്ര പേരുണ്ട് ഇതുപോലെ സമുദായം? ഉണ്ടാവില്ല, കുറച്ച് അത് കൊണ്ട് വന്ന് ഒരു കച്ചേരി എന്നിട്ട് അമ്പലത്തിൽ വെച്ച് പിരിയും. അല്ല, അമ്പലത്തിലല്ല, കുളത്തിന് നടക്കും. വയലുകുളത്ത് വയലുകുളത്തിന്റെ ആ റോഡിൽ നടക്കായിട്ട് അതേമാതിരി ആർപ്പ് വെച്ച് തിരിച്ചു. ഇവിടെന്നും പ്രാർത്ഥിച്ചിറങ്ങിയാൽ പിന്നെ നേരെ പോകുന്നത് വയലുകുളത്തിനടുത്തേക്കാണ്. നമ്മുടെ വീഡിയോയുടെ 1-ാം ഭാഗത്തിൽ വയലുകുളത്തെ പറ്റി പറഞ്ഞിട്ടുണ്ട്. ഈ ഐതിഹ്യത്തിൻ്റെ ഭാഗമായ നാണു നായരെ മുക്കി താഴ്ത്തി കൊല്ലാൻ ശ്രമിച്ചത് ഈ വയലുകുളത്തിലായിരുന്നു. പാലക്കാട് ടൗണിൽ നിന്നും കോയമ്പത്തൂരിലേക്ക് പോകുന്ന വഴി സർവീസ് റോഡിൽ കാണുന്നൊരു ചെറിയ അമ്പലമാണ് ഈ ശ്രീകുറുമ്പ ഭഗവതിയുടെ മൂലസ്ഥാനം. എല്ലാവരും വയലുകുളത്തിനടുത്ത് എത്തിക്കഴിഞ്ഞു. അവിടെ പോകണം. രണ്ട് ഭാഗം തോരണം കെട്ടിയിട്ടുണ്ട്. അങ്ങോട്ട് ഭാഗം തോരണം കെട്ടി റോഡിന്റെ അങ്ങോട്ട് കെട്ടി ഇങ്ങോട്ട് അതിന്റെ സെൻറ്ററിൽ നിന്നാൽ മതി. അപ്പോൾ 2 ഭാഗം അറിയാം. ഇതാണ് വയലുകുളം. ഇതിൻ്റെ സൈഡിലുള്ള റോഡിൻ്റെ മധ്യത്തിൽ വെച്ച് പുതുശ്ശേരിയിൽ നിന്ന് വരുന്ന 5 സമുദായക്കാരും പുതുക്കുളങ്ങര ഭഗവതിയുടെ തട്ടകത്തിൽ നിന്ന് വരുന്ന 2 സമുദായക്കാരും കൂടെ സംഗമിക്കുകയാണ്. ഈ 2 ദേശക്കാരും ഇവിടെ ഒത്തുകൂടി പിരിയാണ്. പുതുശ്ശേരിക്കാര് പുതുക്കുളങ്ങരയിലേക്കുമില്ല, പുതുക്കുളങ്ങരക്കാര് പുതുശ്ശേരിയിലേക്കുമില്ലെന്നും പറഞ്ഞ് 2 പേരും 2 വശത്തേക്കായിട്ട് പിരിയാണ്. ഇവിടുന്ന് മടങ്ങുന്ന ഓരോരുത്തരും ഇനി നേരെ ചെല്ലുന്നത് അവരവരുടെ സമുദായങ്ങളിലുള്ള വീടുകളിലേക്കാണ്. ഓരോ വീടും കയറി ഇറങ്ങണം എന്നാണ് ഇവരുടെ ചടങ്ങ്. സമുദായത്തിൻ്റെ അതാത് സമുദായങ്ങളിൽ പോയി അവിടെ ഒക്കെ വഴി പൊട്ടിത്തര കൊണ്ട് അവർ വേഷം കൊണ്ട് അവിടെ അറിയിക്കുക. അറിയിച്ച ശേഷം
ഈ വേല എല്ലാം കൂടെ എല്ലാ ഭാഗത്തും ചുറ്റി വന്ന ശേഷം അമ്പലത്തിൽ കയറി അമ്പലത്തിൽ ദേവിയുടെ ഉമ്മർത്ത് സമർപ്പിക്കുക കഴിഞ്ഞിട്ട് ഇനി കുടവേണ വഴിപാടില്ല, അത് ദേവിയുടെ, അതായത് ഒരു വീട്ടിൽ ആദ്യമായി ഒരു കുട്ടി ഉണ്ടായി കഴിഞ്ഞാൽ ആ വീട്ടിൽ ഒരു ദേവിക്കൊരു കുട കൊടുക്കുന്ന സങ്കല്പമാണ്. പുതിയ ഞങ്ങൾക്ക് ഈ ചെട്ടിയന്മാർ സമുദായത്തിൽ മാത്രം ഒരു കുമ്മാട്ടി കുട കൊണ്ടുവരും. ഇത് ചെട്ടിയന്മാർ മാത്രം, നായന്മാരുണ്ട്, വടകന്മാരുണ്ട്, കടവട്ടന്മാരുണ്ട്, അങ്ങനെ ഒരുപാട് ആൾക്കാരുണ്ട്. അവർക്ക് അവകാശമില്ല. ചെട്ടിയന്മാർ അമ്മൻ്റെ പിള്ളേർ ആ കാവിൻ്റെ അവിടെ പോയിട്ടാണ് വേല തമിഴ്. ഈ വരുന്നവരെ സ്വീകരിക്കാനായി ഓരോ വീടുകളിലും വിളക്കൊക്കെ കത്തിച്ചു വെച്ച് അവർക്ക് ആവശ്യമായിട്ടുള്ള ലഘുഭക്ഷണങ്ങളൊക്കെ നൽകി സ്വീകരിച്ചാണ് ഇവരെ യാത്ര അയക്കുന്നത്. എല്ലാ വീടുകളും കയറി ഇറങ്ങി വൈകുന്നേരം 6 മണിയോടുകൂടെ അമ്പലത്തിലേക്ക് പോവുകയാണ്. അപ്പം നമ്മൾ അവിടെ നിന്ന് വേല ഇവിടെ കാണിക്കണം. അവിടെ നിന്ന് ആ ഭാഗത്തുള്ള ആൾക്കാർ അവിടെ വന്ന് ആ ജംഗ്ഷനിൽ വന്ന് മീറ്റ് ചെയ്ത് 2 വേലക്കാരും അവിടെ നിന്ന് പിരിയും. വയലകുളത്തിന്റെ അങ്ങോട്ടും ഇങ്ങോട്ടുമായിട്ട് നമ്മൾ കുമ്മാട്ടി കാണിക്കണം. പിന്നെ അതിനുശേഷം നമ്മൾ നമ്മുടെ ഈ ഭാഗത്തേക്ക് വരണം, അവർ ആ ഭാഗത്തേക്ക് പോകണം. ഈ വേല നടക്കുമ്പോൾ 2 പേരും അങ്ങോട്ടും പോകില്ല. എല്ലാ നമ്മൾ പുതുശ്ശേരി അമ്മയ്ക്ക് എല്ലാം തന്നെ വടശ്ശേരി എന്നാണ് വരിക. വടശ്ശേരി തറവാട്ട് അരിപ്പില്ല അവര്. എന്നാലും വടശ്ശേരിയിൽ നിന്ന് അമ്പലത്തിൽ നിന്നാണ് വേല എഴുന്നള്ളിപ്പ് വരിക. പുതുശ്ശേരിയുടെ തുടക്കം അവിടെ നിന്നാണ്. ഈ പൊട്ടിത്തല മനുഷ്യരൂപമല്ലാതെ വേറെ രൂപം പ്രതികരിച്ച് നമ്മൾ അതിന്റെ ഒരു പ്രായച്ചിത്തമായി നമ്മൾ ഈ വഴിപാട് നടത്തും. അതായത് കുമ്മാട്ടി വേണ്ട സാധനം വന്നിട്ടൊരു പൊട്ടിത്തലയും മുറുക്കുവടിയും ഒക്കെ വെച്ച് ഒരു വെട്ടിവേഷം കെട്ടി ആടുന്നത് ഒരു തെറ്റ് പ്രായച്ചിത്തം ചെയ്യുമ്പോൾ ചെയ്യുന്നത്. 18 ജാതിക്കാർക്കും ഈ അമ്പലത്തിൽ അവകാശമുണ്ട്. അതിൽ എല്ലാ ജാതിയും പെടും, പുതുശ്ശേരി തട്ടത്തുള്ള എല്ലാ ജാതിക്കാരും പെടും. പക്ഷെ എല്ലാവർക്കും ഓരോ ചിട്ടകളെ പുതുശ്ശേരി അമ്പലത്തിലുണ്ട്. കുഞ്ഞുങ്ങളെയും ഒപ്പം കൊണ്ടുവന്ന കുമ്മാട്ടിക്കോലങ്ങൾ കുഞ്ഞുങ്ങളെ കാവ് കയറ്റി അവരുടെ കൊടയും വാങ്ങി തിരിച്ചു പോവുകയാണ് ബാക്കി ചടങ്ങുകൾക്കായി. ഈ കൊട അവരവരുടെ വീടുകളിൽ തന്നെ സൂക്ഷിക്കും. കുമ്മാട്ടിക്ക് പ്രധാനം വേക്കുറിശി അമ്മയാണ്. ഇപ്പോൾ വേക്കുറിശി അമ്മയുടെ മുന്നിൽ മേളഘോഷങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. കുമ്മാട്ടിവേല തുടങ്ങി. വേക്കുറിശി അമ്മയുടെ അവിടെ നിന്നും ഗജരാജന്റെ അകമ്പടിയോടുകൂടെ പഞ്ചവാദ്യമേളങ്ങളും വിളക്കുകളും മറ്റും എഴുന്നള്ളിയിട്ടുണ്ട്.
ഗജരാജ സമേതമുള്ള വാദ്യഘോഷങ്ങളൊക്കെ ഇനി നേരെ ചെല്ലുന്നത് പുതുശ്ശേരി അമ്മയുടെ, അതായത് ശ്രീകുറുമ്പ ഭഗവതിയുടെ അമ്പലത്തിലേക്കാണ്. ഇപ്പോൾ ശ്രീകുറുമ്പ ഭഗവതിയുടെ മുന്നിലാണ് ചടങ്ങുകളൊക്കെ നടക്കുന്നത്. ഇവിടെ നിന്ന് നേരെ പോകുന്നത് പുറത്തേക്കാണ്. അമ്മയുടെ അമ്പലത്തിൻ്റെ പടിഞ്ഞാറ് വശത്തുകൂടെ പുറത്തേക്കാണ് ഇനി ഇറങ്ങുന്നത്. പുറത്തേക്കുള്ള കവാടത്തിൻ്റെ അവിടെ എത്തി നിൽക്കുകയാണ്. ഇവിടെ നിന്ന് നേരിനി സർവീസ് റോഡിലൂടെ നേരെ ചെല്ലുന്നത് ഈ ചടങ്ങുകളുടെ അന്തിമ സ്ഥാനമായ അമ്പലത്തിലേക്കാണ്. ഇടയ്ക്ക് ഓരോരോ ജംഗ്ഷനിലും ഇവർ നിന്ന് കൊട്ടും വാദ്യമൊക്കെ കഴിഞ്ഞ് വളരെ പതുക്കെയാണ് നീങ്ങുന്നത് കേട്ടോ. ഇന്നത്തെ കുമ്മാട്ടിയുടെ എല്ലാ ആളുകളും, ഇതിൽ പങ്കെടുത്തവരും കാണാൻ വന്നവരും കുമ്മാട്ടിക്കാർ, ആന തുടങ്ങിയ എല്ലാവരും ഇതിൻ്റെ അന്തിമ സ്ഥാനത്തെത്തി നിൽക്കുകയാണ്. ഇനി ഇവിടെ പ്രധാനമായി നടക്കുന്നത് ഈ വാദ്യമേളങ്ങളാണ്.
വാദ്യമേളം തകൃതിയായി നടന്ന് അവസാനിക്കാറാവുന്ന സമയത്ത് മുരുക്കിൻ കോലുമായി ഈ പ്രദേശത്ത് തന്നെ ഉണ്ടായിരുന്ന കുമ്മാട്ടിക്കോലങ്ങൾ എല്ലാവരും ഇതിൻ്റെ പുറകുവശത്ത് കാണുന്ന പന്തലിലെത്തും. അവരുടെ കയ്യിലുള്ള മുരിക്കിൻ കമ്പ് ഉപയോഗിച്ച് ഈ പന്തൽ പൊളിക്കുക എന്നുള്ളതാണ് അടുത്ത ലക്ഷ്യം. മുഴുവനായും പൊളിച്ചു മാറ്റാൻ കഴിയില്ലെങ്കിലും ചടങ്ങിനെന്നോണം ഒരു വശം മാത്രം പൊളിച്ചു നീക്കുന്നുണ്ട്. എല്ലാ കുമ്മാട്ടിക്കോലങ്ങളും എത്തിയിട്ടുണ്ട്. വാദ്യമേളങ്ങളോടൊപ്പമുള്ള കൊട്ടിക്കലാശമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതോടുകൂടെ കുമ്മാട്ടി, ഈ വർഷത്തെ കുമ്മാട്ടി അവസാനിക്കുകയാണ്. അവസാനം കമ്പം കത്തിച്ചു കഴിഞ്ഞാൽ എല്ലാവരും പിരിയും. അവിടെ നിന്ന് മടങ്ങിയ കുമ്മാട്ടിക്കോലങ്ങളെല്ലാം ശ്രീകുറുമ്പ ഭഗവതിയുടെ മൂലസ്ഥാനത്തെത്തി അവരവരുടെ വേഷവിധാനങ്ങളൊക്കെ അഴിച്ചു വെച്ച് സ്വന്തം ഗൃഹങ്ങളിലേക്ക് യാത്രയാവുകയാണ്. ഇനി അടുത്ത വർഷത്തെ കുമ്മാട്ടിക്കുള്ള കാത്തിരിപ്പാണ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. വെടിയുടെ മറ്റ് വിശേഷങ്ങളുമായിട്ട് അടുത്ത വീഡിയോ ഉടൻ വരുന്നതായിരിക്കും.
അപ്പോൾ എല്ലാവരും ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻസ് എല്ലാം അറിയിക്കുക. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. നമസ്കാരം.